ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണുന്നത് കുറേ കൂട്ടുകാർക്ക് ഇഷ്ടമാണ്. കമൻറ്റ് ബോക്സിൽ പ്രത്യേകം പറയലുണ്ട്, നിങ്ങൾ എന്ത് വീഡിയോ ഇട്ടാലും കാണാൻ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടാൽ കാണാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഇതാ കിച്ചണിലൊക്കെ വന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോക്കനറ്റ് ദോശയാണ് കേട്ടോ. പിന്നെ നമ്മൾ തലേ ദിവസം അരിയൊക്കെ വെള്ളത്തിലിട്ട് പിന്നെ അതിക്ക് ചോറും അതേപോലെ തേങ്ങ ചിരകിയതും പിന്നെ തേങ്ങ വെള്ളമൊക്കെ ചേർത്താണ്ട് മാവ് റെഡിയാക്കുമല്ലോ, അങ്ങനത്തെ വെള്ളപ്പാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. ഈസ്റ്റ് ചേർത്തിട്ടില്ല, തേങ്ങ വെള്ളം പുളിപ്പിച്ച് ചേർത്തേക്കാം കേട്ടോ മാവിൽ. ഈ പാലപ്പൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഈ ഈസ്റ്റിൻ്റെ ചുവ ആർക്കും പറ്റൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈസ്റ്റ് ഇടാതെയാണ് ഇപ്പം ഞാൻ മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ കാണിക്കണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാവൊക്കെ രാത്രി റെഡിയാക്കിയതല്ലേ, അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിട്ടോ. അപ്പോൾ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ ഈസ്റ്റൊക്കെ ചേർത്ത് മാവ് ഉണ്ടാക്കുമ്പോഴേ മാവ് പുറത്തേക്ക് ഒലിച്ച് വരില്ല. അപ്പോൾ ഇന്ന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ പാകത്തിനുള്ള പൊങ്ങലേ പൊങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതാദ്യം ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ചായക്ക് വെള്ളം വെച്ചിട്ട് അപ്പം തന്നെ അതിലേക്കുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു, പാൽപ്പൊടി ഇട്ട് കൊടുത്തു. പാൽപ്പൊടി ചൂടുള്ള വെള്ളത്തേക്ക് പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇത് കാണങ്ങനെ ചെറിയ ചെറിയ കട്ടകളായിട്ട് വരുന്നത്. പച്ചവെള്ളത്തിൽ തന്നെ ഇട്ടുകൊണ്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നം വരലില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കൽ. അപ്പോൾ അതൊക്കെ ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ അതാ നമ്മൾ അപ്പത്തിൻ്റെ മാവ് പൊങ്ങി വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്, അപ്പോൾ പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ നല്ലോണം ഇങ്ങോട്ട് പൊങ്ങി വരുമല്ലോ, അങ്ങനത്തെ അത്രക്കണ്ട ഇല്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഈസ്റ്റ് അത്ര നല്ലതല്ലല്ലോ കഴിക്കണത്. അപ്പോൾ നമ്മൾ മാവൊക്കെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ചേർക്കും ചെയ്യും. ഞാനൊക്കെ ആദ്യം ഇതിൻ്റെ അളന്നെയാണ് കേട്ടോ, ഇപ്പോഴാണ് പിന്നെ അതൊക്കെ കുറച്ച് ഒഴിവാക്കൽ തുടങ്ങിയത്. അപ്പോൾ മാവക്ക് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതാ നമ്മൾ ചായക്ക് വെച്ചിട്ടുണ്ട്, അതിന് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് അതവിടെ അടച്ചു വെക്കാം. പിന്നെ വെള്ളപ്പത്തേക്ക് കറി ഉണ്ടാക്കുന്നത് കടലക്കറി കേട്ടോ. കടല തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടേനും. അപ്പോൾ നല്ല വറുത്തരച്ചൊരു കടലക്കറി ഉണ്ടാക്കണം. അങ്ങനെ ഇതാ പാലപ്പത്തിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കുറേ പണികളുള്ളൊരു ദിവസം കേട്ടോ. എൻ്റെ ആദ്യത്തെ സ്റ്റോക്ക് റൂമിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടേനി, നമ്മൾ ഹോം ഷോപ്പിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ വെക്കുന്ന സ്റ്റോക്ക് റൂം കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ മാറുകയാണ്. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തായിട്ട് ക്വാർട്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് മാറുകയാണ് കേട്ടോ. അവിടെ എന്താ വെച്ചാൽ സൗകര്യമില്ലായിട്ടല്ല, പിന്നെ ഞങ്ങളത് എല്ലാവരും ഒരു സ്റ്റോക്ക് റൂം ആക്കുകയാണ്. അപ്പോൾ അവിടെ സൗകര്യം ഉണ്ടാവില്ല. അപ്പം എല്ലാവരും ഒരുമിച്ചാകുമ്പോൾ കുറച്ചധികം സ്പേസൊക്കെ വേണമല്ലോ. അപ്പോൾ നമുക്കവിടെ റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അടിച്ചു വാരി പിന്നെ തുടച്ചൊക്കെ ഇട്ട് നമ്മൾ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ നമ്മൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. കുക്കിങ്ങും ഉണ്ട്, കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മക്കളെന്നിപ്പോൾ ജോലി ചെയ്യാനൊന്നും ഇപ്പോൾ വല്ലാതെ കിട്ടൂല. അപ്പം മഞ്ജുമോൾക്ക് ട്യൂഷൻ ഉണ്ട്, 7:15 ബസ്സിന് പോവുള്ളൂ. അപ്പം ഓൾക്കും തന്നെ പോകാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. എത്ര നേരത്തെ നീച്ചാലും കിച്ചണിക്ക് വരണമെങ്കിൽ ഒരു 6 മണിയൊക്കെ ആവും. നമ്മൾ സുബസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിച്ചണിക്ക് എത്തണമെങ്കിൽ ഒരു 6 മണി 6:10 ആവും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നമ്മളെ പാലപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പാലപ്പം വെള്ളപ്പം എന്തൊക്കെയോ പറയുന്നുണ്ടില്ല ഞാൻ. അപ്പോൾ നമ്മൾ തേങ്ങ വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കിയ അപ്പാണെങ്കിൽ കണ്ടോ നല്ല ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്നിട്ട് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ആ ഒരു ഈസ്റ്റിൻ്റെ ചുവ മുന്നിട്ട് നിൽക്കാത്തതുകൊണ്ടേ. അപ്പോൾ ഈസ്റ്റ് ചേർക്കാതെ തേങ്ങ വെള്ളം ചേർത്ത് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അതിൻ്റെ റെസിപ്പി പിന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതാ കടല ഞാൻ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ. പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മളെ ഹോം ഷോപ്പത്തെ പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ മസാല, ചിക്കൻ റോസ്റ്റ്. ഇത് 1 സ്പൂണ് ചേർക്കുന്നുണ്ട്. ഇത് തേങ്ങയൊക്കെ വറുത്തരച്ച് വരുന്ന ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സ്പൂണ് കറിക്ക് ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ജുമോൾ എനിക്ക് തേങ്ങ ചിരകി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ച കടലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പുട്ടിനും പാലപ്പത്തിനൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ വറുത്തരച്ച കടലക്കറി. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്പം ചുടുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ അത് പിന്നെ കുക്കറിലൊക്കെ ആക്കിയത്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ കറി അടുപ്പത്ത് വെക്കാം. രാവിലത്തെ ഒരു തിരക്ക് പറയണ്ട കേട്ടോ. 6:30 റിച്ചുവിന് മദ്രസ ഉണ്ട്. ഓൻ മദ്രസക്ക് പോയിട്ട് കേട്ടോ ഞാൻ അതിനൊക്കെ നിന്നിട്ടുള്ളത്. ഓനക്ക് പിന്നെ രാവിലെ പോകുമ്പോൾ അങ്ങനെ അപ്പൊന്നും വേണ്ട, ഓനൊരു 6:15 ആകുമ്പോഴത്തേന് പോകും. ചിലപ്പോൾ 1 ഗ്ലാസ് ചായ കുടിക്കും, എന്തെങ്കിലും ബേക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചു പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ ആ കട്ടൻ ചായ മാത്രം കുടിച്ചു പോകും.
ഓന് 8 മണിയാകുമ്പോഴത്തേന് വരും. അപ്പോൾ വന്നിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. പിന്നെ മഞ്ജുമോൾ 7:15 ബസ്സിന് പോവും. ഓൾക്കും വല്ലാതെ പോകുമൊന്നുമില്ല, എന്നാലും ഞാൻ വേഗം തട്ടിപ്പടിഞ്ഞാണ്ടാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം റെഡിയാക്കിയിട്ട് കൊടുക്കലുണ്ട്. പിന്നെ ഒരു കഴിക്കൂല അങ്ങനെ. പിന്നെ 7:30 ഐഫക്കുട്ടിക്ക് മദ്രസക്ക് പോകണം. അതേപോലെ മദ്രസ് വിട്ട് വന്നിട്ട് പിന്നെ ഒരു 9:30 ആകുമ്പോൾ ഓളെ ട്യൂഷന് കൊണ്ടാക്കണം. അങ്ങനെ തിരക്കന്നെ കാരട്ടെ എപ്പോഴും. പിന്നെ എനിക്ക് എൻ്റെ ജോലിക്ക് പോകണം. ഇപ്പോൾ ജിഞ്ചുമോൾ ഉണ്ടായതുകൊണ്ട് മദ്രസക്ക് കൊണ്ടാക്കലും ട്യൂഷന് കൊണ്ടാക്കലൊക്കെ ഓള് ചെയ്യും. പിന്നെ അതേപോലെ അടിച്ചു വാരി തുടക്കലും അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഓൾക്കും CMA എക്സാമൊക്കെ ആവാനായിരിക്കണം. അപ്പം വല്ലാതെ അങ്ങോട്ട് നിർബന്ധിപ്പിച്ചൊന്നും പറയലൊന്നുമില്ല. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയ്ക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ വെള്ളപ്പം കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരിക്കണം കേട്ടോ. ചെറിയ ഹോൾസൊക്കെ വന്നിട്ട് ഈ ഒരു അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇതിന് കോക്കനറ്റ് ദോശ എന്ന് പേരിട്ടിക്കണം കേട്ടോ. കുട്ടികളോട് പറഞ്ഞത് കോക്കനറ്റ് ദോശയാണെന്ന്. നമ്മൾ ഈസ്റ്റ് ചേർക്കാത്തതുകൊണ്ടേ ആ ഒരു പിന്നെ തേങ്ങൻ്റെ ടേസ്റ്റാട്ടോ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ചായൻ്റെ കൂടെ കടിച്ചുട്ടി കഴിക്കുകയാണെങ്കിലും അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജാറിലിട്ടുകൊണ്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജുമോൾ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിനി, അത് കൂട്ടിയാണ്ട് ചായയൊക്കെ കുടിച്ചാണ്ട് ഓള് പോയി. പിന്നെ തേങ്ങയൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുക്കറൊക്കെ ഒരു 5-8 വിസിലടിച്ച് ഓഫ് ചെയ്തിനി കേട്ടോ. അപ്പം അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ പോയിട്ട് വേണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ച്. ഇന്നലെ ഇവിടെ വൈകുന്നേരം നല്ല മഴയാണ് കേട്ടോ. നമ്മളിവിടേക്ക് നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടേനോ അല്ലേന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടിട്ടോ. അപ്പോൾ മഴ ആയാൽ കുറച്ച് ഇലകളൊക്കെ അങ്ങനെ ചാടിയിട്ട് മുറ്റൊക്കെ വൃത്തികേടാവും. ഇല മാത്രമല്ല, മക്കൾ ഈ പേപ്പറും അതും ഇതൊക്കെ കൊണ്ടുവന്നിടും. അങ്ങനെ അതൊക്കെ കൈകൊണ്ട് പെറുക്കാൻ കിട്ടുന്നതൊക്കെ കൈകൊണ്ട് അങ്ങനെ പെറുക്കിടും കേട്ടോ. ഇനി മുറ്റടിച്ച് വാരണം. അപ്പോൾ ഇപ്പോൾ രാവിലെ പത്രം നോക്കാനൊന്നും കൂടുതലില്ല. എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടണ നേരത്തൊക്കെ പത്രമൊക്കെ നോക്കലുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ രാവിലെ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അർജൻറ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നാണ്ട് കുറച്ച് നേരം പത്രമൊക്കെ നോക്കിയിട്ടൊക്കെ പിന്നെ കിച്ചണിക്ക് പോവുള്ളൂ. അങ്ങനെ മുറ്റൊക്കെ അടിച്ചു വാരി പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിലിടുന്ന ആ ഒരു മേറ്റൊക്കെ ഒന്ന് കഴുകി ഒന്ന് തോരട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സിറ്റ് ഔട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ മുൻവശത്ത് പഴയൊരു മോപ്പ് വെച്ചേക്കാട്ടോ സിറ്റ് ഔട്ട് തുടക്കാനായിട്ട്. അകം തുടക്കണ മോപ്പ് കൊണ്ട് സിറ്റ് ഔട്ട് തുടക്കലില്ല. സിറ്റ് ഔട്ട് ഇങ്ങനെ തുറന്ന് കിടക്കല്ലേ, ചിലപ്പോൾ പൂച്ചയൊക്കെ കയറും. പൂച്ചയും ചിലപ്പോൾ കിളികളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ പട്ടികൾ കയറുന്നത് നമ്മൾ കാണുന്നില്ല, എന്നാലും ചിലപ്പോൾ ചവിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകലുണ്ട്. അങ്ങനത്തെ ദിവസം ഞാൻ നല്ലോണം വെള്ളം പാർന്ന് അടിച്ച് അങ്ങനെ വൃത്തിയാക്കിയിടും. അപ്പോൾ ആ ഒരു മോപ്പ് പിന്നെ അകത്തേക്ക് കയറ്റാൻ ഒരു വൃത്തി തോന്നൂല. അപ്പോൾ പിന്നെ ഇവിടെ ഒരു പഴയ മോപ്പ് വെച്ചിട്ടോ. അപ്പോൾ മോപ്പ് കണ്ടിട്ട് നിങ്ങൾ അന്തം വിടണ്ട. മോപ്പിൻ്റെ വലിപ്പമൊക്കെ ചെറിയ മോപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ തുടച്ചാണ്ട് ഇവിടെ തന്നെ മുകളിൽ തന്നെ വെക്കും. എന്നാൽ പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ തുടക്കാം. സിറ്റ് ഔട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചളി ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ സ്കൂളില്ലാത്തതുകൊണ്ടേ കുട്ടികളൊക്കെ ഉണ്ടാവും. നമ്മളെ വീട്ടിൽ അധികം കുട്ടികളുണ്ടാവും കേട്ടോ. വൈകുന്നേരമായൊക്കെ കളിക്കാൻ വരും. അപ്പോൾ ഓരങ്ങനെ ചവിട്ടിക്കയറൽ സിറ്റ് ഔട്ട് കൂടെ തന്നെയാണ് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ചാടലും നിരുത്തിയിട്ട്. അകമൊന്നും ഞാൻ തുടക്കണില്ല കേട്ടോ. അകത്ത് ചെളിയൊന്നുമില്ല. ഇന്നലെ നല്ല വൃത്തിയിൽ ഞാൻ തന്നെ തുടച്ചെടുത്തതാണ്. അപ്പോൾ ഇന്ന് തുടക്കണില്ല, ചിഞ്ചുമോൾ അടിച്ചു വാരിക്കൊണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഇത്ര തന്നെയാണ് കേട്ടോ. തുടക്കലൊക്കെ ഈ സിറ്റ് ഔട്ട് മാത്രമേ ഞാൻ തുടച്ചിട്ടുള്ളൂ. അതേപോലെ കിച്ചണിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒന്നാണ് തുടച്ചിടും. അപ്പോൾ ഇനി നമ്മളെ കടലക്കറി എന്തേക്കണം പോയോ കേട്ടോ. അപ്പോൾ കുക്കറൊക്കെ വിസിലടിച്ച് കുറേ നേരം ഓഫ് ചെയ്തിട്ട് കടലയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മൾ തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാലോ അരപ്പതിക്ക് ചേർത്താണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കടലക്കറിക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ടില്ലെങ്കിലും കുറച്ച് കടല ഇതിന്ന് എടുത്താണ്ട് പിന്നെ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് അരച്ചാണ്ട് ചേർത്താലും മതി. തേങ്ങ അരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്നിപ്പോൾ വറുത്ത ചിക്കൻ കറി, വറുത്ത കടലക്കറിക്കൊരു പൂതിട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് പുട്ടിനാണെങ്കിലും ഇതേപോലെ വെള്ളപ്പത്തിനാണെങ്കിലും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതിങ്ങനെ തേങ്ങയൊക്കെ അരച്ചത് അരപ്പൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് നമ്മൾ കോളിംഗ് ബെല്ല് അടിച്ചത്. അപ്പോൾ ഒന്ന് വന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇന്നലെ കാറ്ററിംഗ് ഉണ്ടായിനല്ലോ. അപ്പോൾ അതിന് ഫുഡ് ഉണ്ടായ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ. പാത്രങ്ങളും പൈസയൊക്കെ തരാൻ വേണ്ടിയിട്ട് വന്നതേനി. അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ നിങ്ങൾ ബിരിയാണിക്കൊക്കെ എത്ര റേറ്റ് വാങ്ങലെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കൂട്ടുകാരങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ അങ്ങനെ റിപ്ലൈ കൊടുക്കലും ഉണ്ട് കേട്ടോ. നമ്മൾ ബീഫ് ബിരിയാണിക്ക് 800 രൂപയും അതേപോലെ ചിക്കൻ ബിരിയാണിക്ക് 750 രൂപയാണ് കേട്ടോ 1 കിലോക്ക് വാങ്ങൽ. പിന്നെ കറിൻ്റെയൊക്കെ റേറ്റ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചിക്കൻ എത്ര രൂപക്കാണ് വാങ്ങിക്കണം നോക്കും. അതേപോലെ അതിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ എത്ര എടുത്ത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ കറിക്ക് പറയൽ. ഞാൻ അന്നേരം ഉണ്ടാക്കിയ ചിക്കൻ കറിക്ക് ഞാൻ 800 രൂപയാണ് വാങ്ങിയത്. 400 രൂപ ചിക്കൻ തന്നെ അയക്കണത്. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കിയത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു വെളിച്ചെണ്ണൻ്റെ റേറ്റും അതേപോലെ അതിക്ക് എത്ര സവാള എടുത്തിക്കണമെന്നൊക്കെ ഒരു ഏകദേശം കണക്ക് കൂട്ടിയിട്ട് അങ്ങനെ അതിന് 400 രൂപ കണക്കാക്കിയിട്ട് കേട്ടോ ഞാൻ അങ്ങനെ 800 രൂപ വാങ്ങിയത്. അപ്പോൾ നമ്മൾ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ തൂമിച്ചെടുത്തിട്ടുണ്ട്.
ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുക. എന്നിട്ട് പിന്നെ ഒരു ലോഡ് തുണികളുണ്ട് കേട്ടോ അലക്കാൻ. അപ്പോൾ അതൊക്കെ അലക്കണം. എന്നിട്ട് വേണം എനിക്ക് എൻ്റെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ. ഇന്നാണെങ്കിൽ വീഡിയോ എടുത്തതില്ല, ഇന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഒന്ന് വരിക. അങ്ങനെതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കഴിക്കുമ്പോൾ ഒരപ്പൊക്കെ തന്നെ കഴിക്കലുള്ളൂ കേട്ടോ. അപ്പാണെങ്കിൽ ഒരപ്പം, പുട്ടാണെങ്കിൽ ചെറിയൊരു കഷ്ണം പുട്ട്, ഇഡ്ഡലി ആണെങ്കിൽ 2 എണ്ണം, അതൊക്കെയാണ് കേട്ടോ എൻ്റെ കണക്ക്. എനിക്കങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് അധികം അങ്ങനെ കഴിക്കാൻ കഴിയൂല. ചില ദിവസം ചായ കുടിക്കും, ചില ദിവസം കുടിക്കൂല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തുക്കണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ലോഡ് തുണികളുണ്ട് അലക്കാൻ. ഇനി ഇതും കൊണ്ട് പുഴയ്ക്ക് പോവാണ് കേട്ടോ. പുഴൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇന്നലെ മഴ പെയ്തതുകൊണ്ടേ കല്ലൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, വെള്ളമൊക്കെ കൂടുതലുണ്ടാവും. എനിക്ക് തുണക്ക് റിച്ചുമോനും ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളാണ് പുഴയ്ക്ക് പോണത്. മദ്രസ ഇട്ട് വന്നിട്ടാണ് പുഴയ്ക്ക് പോണത്. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുഴയിൽ അത്യാവശ്യം വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ അലക്കണ കല്ലൊന്നും കാണാനില്ല, വെള്ളത്തിൽ മുങ്ങിക്കിടക്കാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ പുഴയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, പേടിയൊന്നുമില്ല. പിന്നെ നമ്മൾ പ്രാവശ്യത്തെ ഗിവ് അവേ വിന്നറെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, സഫീന എന്നുള്ള ഒരു ഐഡിയയിലുള്ള ആൾക്കാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഒരു വിളിച്ചിട്ടുണ്ടായിനി. ഞാൻ ബാവുക്കാപ്പൂൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തീനി. അപ്പോൾ എൻ്റെ നമ്പറൊക്കെ ബാവു പറഞ്ഞു കൊടുത്തോണ്ട് അങ്ങനെ ഒരു വിളിച്ചിനി കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം, അവർക്കും സന്തോഷം എനിക്കും സന്തോഷം. കാരണം ഒരു തൃശ്ശൂരുള്ളതാണ് കേട്ടോ. നമ്മളിവിടെ കരുളായി അല്ലേ. നമ്മളറിയാത്ത ആൾക്കാർ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ എന്താ പറയുക, നമ്മളെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അപ്പോൾ ഇനിയും കുട്ടികളെയും ബാബുവിനെയും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. എല്ലാവരും വർത്താനം ഓർക്ക് ഇങ്ങോട്ട് അറിയാം, പേരും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇനി ഇൻഷാല്ലാ ഗിഫ്റ്റ് വാങ്ങിയിട്ടില്ല, ഗിഫ്റ്റ് വാങ്ങിയിട്ട് അയച്ചു കൊടുക്കണം. മുൻപേ നമ്മളെ വീഡിയോ കാണൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ടോ. അതുകൊണ്ടാവും ഇങ്ങനെ വൈറ്റ് സ്റ്റുഡിയോയിൽ കമൻ്റ് ഒന്നും ഇട്ടിട്ടാണ് ആ ടോപ്പ് കമൻസിൽ വരുന്നത്. അതേപോലെ തന്നെ വേറെയും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ. പിന്നെ ഫന്നാഗേറ്റി എന്നുള്ള ഐഡിയിൽ നിന്ന് എന്നും കമൻ്റ് ഉണ്ടാവലുണ്ട്. അതേപോലെ തന്നെ പിന്നെ സഹൽ എന്നുള്ള ഐഡിയിൽ നിന്ന്, അതേപോലെ ഒരു മൊയ്തി എന്നുള്ള ഐഡിയിൽ നിന്ന് സ്ഥിരമായിട്ട് വീഡിയോ കണ്ട് കമൻ്റ് ഇടലുണ്ട്. പിന്നെ നമ്മൾ ഷെരീഫ ലത്തീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പേര് പറഞ്ഞതിൽ പേര് പറയാത്തതുകൊണ്ടൊന്നും തോന്നരുത് കേട്ടോ. പേരപ്പോൾ വായിൽ കിട്ടിയത് പറഞ്ഞതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം, കമൻ്റ് ഇടുന്നവരൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ ഇക്കാരം നമ്മൾ ഗിവ് അവേ നടക്കുക കേട്ടോ. ഇൻഷാല്ലാ എല്ലാവർക്കും എൻ്റെ വക എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് ഞാൻ അയച്ചു തരാതെക്കൂല. അപ്പോൾ ഇതാ നമ്മൾ പുഴയിൽ പോയി അലക്കലൊക്കെ കഴിഞ്ഞ്, പുഴയിൽ വെള്ളം കൂടുതലായതുകൊണ്ട് റിച്ചുവിനെ വിട്ട് നിർത്തിയേക്കാം കേട്ടോ. പേടിയാണ് എനിക്ക്. പിന്നെ വെള്ളം കൂടുതലായി, എനിക്ക് തന്നെ നീന്താൻ അറിയില്ല, പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ അലക്കാൻ പോലെ ബാബു കണ്ടാൽ ചിലപ്പോൾ ചീത്ത പറയും, വീഡിയോയിൽ തന്നെ കാണുമ്പോൾ ചീത്ത കിട്ടും. പിന്നെ ബാവുക്കാക്കുൻ്റെ വർത്താനം അതേപോലെ കുറേ കൂട്ടുകാർ ചോദിക്കലുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സിൽ തന്നെ. നിങ്ങളെന്താ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വർത്താനമൊന്നും പറയാത്തത് ചോദിച്ചിട്ട്. എന്തില്ല, സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ വരാനായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ചിലപ്പോൾ ഒരു സർപ്രൈസ് ആണ് ഇക്കാരം. എന്തായാലും വരുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് തോരട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം കുളിച്ച് സ്റ്റോക്ക് റൂമിൽ പോയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവിടുന്ന് റൂം മാറുകയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും സ്റ്റോക്ക് നമുക്ക് ഉണ്ടേനി. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ അടുക്കി പെറുക്കി വെക്കാൻ കിടക്കുകയാണ്. ബാങ്കിലും ഒന്ന് പോവാണ്ടേനും അതേപോലെ ഒരു HSOക്ക് സാധനം കൊടുക്കാണ്ടേനും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ വീട്ടിലേക്ക് വരുന്നത്. പിന്നെ ചോറ് ഞാൻ റൈസ് കുക്കറിൽ രാവിലെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടേനും. പിന്നെ വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെ വറുത്തരച്ച കടലക്കറി ഉണ്ടല്ലോ അതുണ്ടേനും. പിന്നെ അതേപോലെ ഇന്നലെ രാത്രിക്കത്തെ കറി ഉണ്ട് കേട്ടോ, കുറച്ച് ചിക്കൻ കറി. കുട്ടിയൊക്കെ മതി എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ കുറച്ച് മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കിനി ഞാൻ ഇന്നലെ രാത്രിയിൽ. അപ്പോൾ അതും കുറച്ച് ബാക്കി ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോർക്ക്. പിന്നെ ഒരു കഷ്ണം മീനും ഉണ്ട്. പിന്നെ നമ്മളെ വടുകപ്പുളി അച്ചാറുണ്ടല്ലോ, അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ചോറിന് കൂട്ടാൻ. കറി വെക്കാനൊക്കെ സാധനങ്ങളുണ്ട്, ഇല്ലായിട്ടല്ല കേട്ടോ, സമയമില്ല വെക്കാൻ, അതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളതൊക്കെ കൂട്ടി അങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.